Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay, നമ്മൾ എത്ര വരെ എടുത്ത് നിർത്തിയത്? ഫോർത്ത് വൺ ആണല്ലേ? ഫോർത്ത് വൺ പറഞ്ഞില്ലേ? ഇനി ഫിഫ്ത്ത് വൺ ആണോ എടുക്കാനുള്ളത്? ഓക്കെ ഓക്കെ. ബോക്സ് പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഫോർത്ത് വൺ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? ഓരോരോ പോയിന്റ്സ് വൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റുക അല്ലെ, ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ സെന്റർ, പേഴ്സണലൈസ്ഡ് വ്യക്തിഗത ഒരു പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താം. അതുപോലെ തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് അവരുടെ ക്വാളിറ്റി കെയർ അല്ലെ, പേഷ്യൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി മെഷേഴ്സുകൾ അല്ലെ, പേഷ്യൻസിന് വേണ്ടതായിട്ടുള്ള ഹോസ്പിറ്റലിൽ വരുമ്പോൾ പേഷ്യൻസിനെ അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി, പേഷ്യൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സും മാനേജേഴ്സും ആണ്. അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി എന്താണ് ക്വാളിറ്റിക്ക് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റി മെഷേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതിന്റെ പിരമിഡ് നോക്കാം. പിരമിഡ് ടോപ്പ് ടു എന്താണ് ബോട്ടം ടു ടോപ്പ് വൈസ് ആണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് ജേർണി ഉണ്ട്. അത് രണ്ട് രീതിയിൽ, രണ്ട് പോയിന്റും ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. 4 പോയിന്റ് വൈസ് നോക്കാം. പേഷ്യന്റ് എക്സ്പീരിയൻസ് ഉണ്ട്, പേഷ്യന്റ് സെൻട്രിക് സർവീസസ്. അവിടെ നോക്കിയേ, ഈ പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് പേഷ്യന്റ് ജേർണി. പേഷ്യന്റ് ജേർണി എന്ന് പറയുന്നത് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് എൻട്രി ചെയ്ത് എക്സിറ്റ് ആയി പോകുന്നത് വരെയുള്ള അതിനെയാണ് നമ്മൾ ജേർണി എന്ന് പറയുന്നത്. പേഷ്യന്റ് ജേർണി, എൻട്രി ചെയ്ത് എക്സിറ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ പേഷ്യന്റ് ജേർണി എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് പേഷ്യൻസ്. എന്താണ് ഹോസ്പിറ്റലില് എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പേഷ്യന്റ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്ന് എൻട്രി ചെയ്ത് എക്സിറ്റ് ആയി പോകുന്നത് വരെയുള്ള ടൈമിനെയാണ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് പേഷ്യൻസുമായിട്ട് കൂടി ചേർന്നുകൊണ്ട്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് എങ്ങനെയെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളൊരു രീതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവരുമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്തുകൊണ്ട് എന്താണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് പേഷ്യന്റ് എക്സ്പീരിയൻസിൽ പെടുന്ന കാര്യങ്ങളാണ് അല്ലെ. നല്ല രീതിയിൽ അവർക്ക് അനുഭവം, ജീവിതാനുഭവം അല്ലെങ്കിൽ കെയർ, ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് സെൻട്രിക്.
and a patient experience. What value the practice delivers to the patients. എന്താണ് പേഷ്യൻസിനെ ഡെലിവർ ചെയ്ത് സർവീസിനെ വാല്യൂ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെറും എന്താണ് ഒരു പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു ചികിത്സാ കേന്ദ്രമായിട്ട് ആണ് ആദ്യം ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് പേഷ്യന്റ് സെൻട്രിക് ആയിട്ട് അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽസ് ആയിട്ട് അല്ലെങ്കിൽ രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള കെയർ കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് ഹോസ്പിറ്റൽസ് മാറിയത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു, അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെയെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വാല്യൂ ചെയ്യും. നമുക്ക് എങ്ങനെയെല്ലാം പറ്റുന്നുണ്ട്, നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അവരുടെ എക്സ്പീരിയൻസിലൂടെ അവരുടെ ഫീഡ്ബാക്ക്, അവര് തരുന്ന ഫീഡ്ബാക്കിലൂടെ അറിയാൻ പറ്റും ഏതൊക്കെ നല്ല രീതിയിലുള്ള മേഖലകളെ നമുക്ക് എവിടെയൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഏതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏരിയാസ് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനായാലും അതുപോലെ തന്നെ അവിടെ ായാലും നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ഡയറക്ഷൻസുകളൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് ഇന്ന രീതിയിലുള്ള ഡയറക്ഷൻസുകളൊക്കെ കൊടുത്ത് അവരുടെ റൂൾ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടും അത് നല്ല രീതിയിൽ ചെയ്യുന്നില്ലാത്ത സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്ഷൻസുകളും മോട്ടിവേഷൻസുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേഷ്യൻസിനോട് നീതിയോട് കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. നമ്മൾ പല ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ടല്ലേ, ഈ മിസ്ബിഹേവ് ആയിട്ട് പ്രവർത്തിക്കുന്നവര് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളായാലും നല്ല മര്യാദയില്ലാതെ പെരുമാറുന്ന പല സ്റ്റാഫുകളും ഉണ്ടാവും. അപ്പം അതിനൊക്കെ അവരെന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവിടെ വരുന്ന പേഷ്യൻസിനോട് അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതാനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മര്യാദയോട് കൂടിയിട്ട് നീതിയോട് കൂടിയിട്ട് പെരുമാറുന്ന സ്റ്റാഫുകളായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അവരോട് പെരുമാറേണ്ടതിന് വേണ്ടതായിട്ടുള്ള അതുപോലെ തന്നെ ഓരോ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു ട്രെയിനിങ്ങുകൾ പ്രാക്ടീസുകൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് നല്ല രീതിയിൽ നമുക്ക് എന്താണ് അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകൾ നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിരമിഡിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. ഫസ്റ്റും അതുപോലെ തന്നെ ലാസ്റ്റും എന്ന് പറയുന്നത് എന്താണ്, പേഷ്യന്റ് എക്സ്പീരിയൻസ് ആണ്. നടുക്കത്തെ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പേഷ്യന്റ് ജേണിയുണ്ട്, പേഷ്യന്റ് സെൻട്രിക് സർവീസസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം. ഫിഫ്ത്ത് റീസൺ ആണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. പേഷ്യന്റ് റിട്ടൻഷൻ അല്ലെ, പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് മോർ കോസ്റ്റ് എഫക്റ്റീവ് to withhold all the patients than to get new patients. Returning patients will result in greater ROI. ROI ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI. And happy patients can be hospital best advocates. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഹാപ്പി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആണ്. ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി hospital best advocates ആണ്. They will keep coming back after for services and even suggest the hospital to their friends and families. Apart from providing quality care, employ some of the best patient procurement strategies to make the patient feel worth. അപ്പൊ എന്താണ് ഈ ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റ് റിട്ടൻഷൻ അല്ലെങ്കിൽ പേഷ്യൻസിനെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള എന്ത് ചെയ്യണം, നമ്മള് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മള് സജ്ജമാക്കണം. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മള് ഓരോ കാര്യങ്ങളും അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആയാലും അവിടെ കൊടുക്കുന്ന സർവീസുകളായാലും കോസ്റ്റ് എഫക്റ്റീവ് ആക്കേണ്ടത് അത്യാവശ്യമാണ്.
അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡ് പേഷ്യൻസ് അല്ലെ, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് നിലവിലുള്ള ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അത് മറ്റുള്ളവരോട് പറയും അവിടെ കൊടുക്കുന്ന ക്വാളിറ്റി കെയർ ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എന്താ ഡോക്ടറെ കാണാനായിട്ടായാലും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫീയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള പൈസ നമ്മളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഇപ്പൊ ഡോക്ടറെ കാണുന്നതായാലും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ എന്താണ് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ വരാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെയുള്ള പേഷ്യൻസ് വന്ന് അവിടെയുള്ള സർവീസ് സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇടവരുന്നുണ്ട്. അതുവഴി എന്താണ് പുതിയതായിട്ടുള്ള ന്യൂ പേഷ്യൻസ് അല്ലെ, പുതിയ പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരികയും അവരുടെ കയ്യിൽ എന്താണ് ബെസ്റ്റ് റിട്ടേൺ അല്ലെ, എന്താണ് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട്, അതുവഴി പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. പുതിയ രോഗികളെ ലഭിക്കുന്നതിന് പഴയ രോഗികൾ എന്താണ് അത് നിലനിർത്തുന്നത് അല്ലെ, പഴയ രോഗികളെ നമ്മൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പഴയ രോഗികൾ ഉണ്ടായാൽ മാത്രമാണ് അല്ലെങ്കിൽ പഴയ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിലനിന്നാൽ മാത്രമാണ് പുതിയ രോഗികൾ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുള്ളൂ. കാരണം എന്താണ്, അവരെ പോയി പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പുതിയ രോഗികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരുത്താനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി മടങ്ങിയെത്തുന്ന രോഗികള് വലിയൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്, പുതിയ പ്രോഫിറ്റുകൾ അല്ലെ, കുറെ പ്രോഫിറ്റുകൾ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് അതുവഴി ഹോസ്പിറ്റലിലെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ സന്തുഷ്ടരായിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ മികച്ച അഭിഭാഷകനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി എന്താണെന്ന് നോക്കിയേ, നമ്മള് ബോക്സ് നമ്മൾ പിന്നെയാണ് പറയുന്നത് കേട്ടോ. പോയിന്റ്സ് പറഞ്ഞ് നെക്സ്റ്റ് ബോക്സ് പറയാം. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽസ് ഡു ടു അപ്ഗ്രേഡ് ദ പേഷ്യന്റ് റിട്ടൻഷൻ? ഇനി ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഈ പേഷ്യന്റിനെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. എന്താണ്, ജനറേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. ഇപ്പൊ രോഗികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ഇൻ അഡ്വൈസ് അബൌട്ട് ദി ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ. അതുപോലെ തന്നെ ചികിത്സാ നടപടിക്രമങ്ങളെ കുറിച്ച് രോഗികൾക്ക് അഡ്വൈസ് കൊടുക്കുക അല്ലെ. ഇപ്പൊ എന്താണ്, കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ അഡ്മിറ്റ് ആകേണ്ടതുണ്ട്, അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്, 2 ആഴ്ച കിടന്നതിന് ശേഷം മാത്രം അഡ്മിറ്റ് ഡിസ്ചാർജ് നമുക്ക് ആക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അസുഖങ്ങൾ കുറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അഡ്വൈസ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് രോഗിയിൽ ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിക്ക് മനസ്സിലാവും അല്ലെ, എന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കണ്ടീഷനുകളെ കുറിച്ചും അതുപോലെ തന്നെ രോഗങ്ങളെ കുറിച്ചും രോഗിക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എക്സൽ patient expectations and provide the best treatment. അതുപോലെ തന്നെ അവരുടെ പ്രതീക്ഷകൾ, എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രതീക്ഷകൾ അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കണം രോഗികൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടക്ട് ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ദി വിസിറ്റ്. വിസിറ്റിന് ശേഷം എന്ത് ചെയ്യണം, ഫോളോ അപ്പ് സർവീസുകൾ കണ്ടക്ട് ചെയ്യാം അല്ലെ. നമ്മൾ എങ്ങനെ സർവീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് മനസ്സിലാക്കാൻ പറ്റും, എവിടേക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട്, എവിടെയൊക്കെ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യന്റ്. അതുപോലെ തന്നെ പേഷ്യൻസിനെ നമ്മൾ അറിയുകയും അല്ലെ, ഒരു രോഗിയെ നമ്മൾ അറിയുകയും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഉപദേശിക്കുകയും ചെയ്യണം അല്ലെ. ഓരോ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇന്ന പോലെ ഇപ്പൊ ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്ന രീതിയിൽ മരുന്നുകൾ കഴിക്കേണ്ട പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന രീതിയിൽ കഴിക്കുക. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ഉപദേശങ്ങളും അതുപോലെ തന്നെ അവരെ അറിയുകയും ചെയ്യണം.
ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ബോക്സ് നോക്കിയേ. ഇനി നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പേയേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കാം എന്താണ് റീറ്റെയിൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. റീറ്റെയിൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള പേഷ്യൻസിനെ പുനഃസ്ഥാപിക്കുക. വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്, നഷ്ടപ്പെട്ട രോഗികളെ തിരികെ കൊണ്ടുവരിക. കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവീസ്, അല്ലെ, സർവേ കണ്ടക്ട് ചെയ്യാം. ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്, അവരോട് ചോദിക്കുക, അല്ലെ, ചോദ്യങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ലെഫ്റ്റ് ആയി എന്നുള്ളത്. ഇനി എന്താ ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. ഓക്കെ, സാമ്പത്തിക കൂട്ടായ്മ ബിൽഡപ്പ് ചെയ്യാം. ഇൻസെന്റിവൈസ് ദെയർ റിട്ടേൺ, എന്താണ് പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. റിവാർഡ് പേഷ്യന്റ് ലോയൽറ്റി, അല്ലെ, പേഷ്യന്റിന്റെ വിശ്വസ്തത. ലോയൽറ്റി എന്ന് പറഞ്ഞാല് വിശ്വസ്തതയ്ക്ക് റിവാർഡ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് സോഷ്യൽ പ്രൂവ്, എന്താണ് സാമൂഹിക അംഗീകാരം പോലുള്ള റിവാർഡുകള് പേഷ്യൻസിന് നൽകുക. പിന്നെ എന്താ ലിസൺ ടു ദ വോയിസ് ഓഫ് എ പേഷ്യന്റ്, കേൾക്കാൻ തയ്യാറാണോ, അല്ലെ. ഇനി എന്താണ് റിസോൾവ് ഇഷ്യൂസ് ഓഫ് എ പേഷ്യൻസ്, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് അവരുടെ ഇഷ്യൂ എന്താണോ അത് മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് സ്ട്രാറ്റജീസിൽ വരുന്നത്. ഓക്കെ, 5ാമത്തെ പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ കൃത്യമായിട്ട്.
അയച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാം. പേഷ്യന്റ് satisfaction often relates to the expectations that the patient has for the as of the care team. എന്താണ് ഈ രോഗികൾക്ക് ഈ കെയർ ടീമിൽ നിന്നും ലഭിക്കുന്ന പ്രതീക്ഷകൾ അല്ലെ. അപ്പൊ ഓരോ പേഷ്യൻസിനും ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലെ. ഇന്ന നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും വേണം, നല്ല ഗുണനിലവാരമുള്ള കെയർ അല്ലെ, മനസ്സിലാക്കുന്ന ഓരോ സ്റ്റാഫുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കണം അല്ലെ. അവർക്ക് നമുക്ക് എന്താണ് പല പല പ്രതീക്ഷകളായിരിക്കാം പേഷ്യൻസിന് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അല്ലെ. അപ്പൊ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടേഷൻസ്, പേഷ്യൻസിനുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, കെയർ ടീമിൽ നിന്ന് ലഭിക്കുന്ന കെയർ ടീമിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ്. ഇനി എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെ. എന്താണ്? ചികിത്സാ പദ്ധതികൾ. നമ്മള് ഇപ്പോ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചിലപ്പോ രോഗിയുടെ കണ്ടീഷൻ ഇത്തിരി മോശമാകുകയാണെങ്കിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, അഡ്മിറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്, 2 ആഴ്ച കിടക്കേണ്ടതായിട്ടുണ്ട്, സ്കാൻ ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റിൽ വരുന്നത്. ട്രീറ്റ്മെന്റ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡേഴ്സ്. നമുക്കറിയാം എന്താണ്, പല ചാപ്റ്ററിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, പേഷ്യൻസുമായിട്ടും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻഷിപ്പ് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താ? വെയിറ്റ് ടൈംസ് അല്ലെ. അധികം നേരം നമ്മള് രോഗികളെ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ എന്താണ് അവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് വീട്ടിലേക്ക് വിടാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അധികം നേരം അവരെ മുഷിപ്പിച്ചിരുത്താനായിട്ട് പാടില്ല. കാത്തിരിപ്പ് സമയങ്ങള് അതും ഒരു ഫാക്ടറാണ്. പിന്നെന്താ? ഫെസിലിറ്റി, അവിടെ കോം കൊടുക്കാം, ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങള്, നല്ലൊരു എൻവയോൺമെന്റ്, അതുപോലെ തന്നെ കൾച്ചർ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനോട് പെരുമാറുന്ന രീതികൾ, നല്ല രീതിയിൽ പെരുമാറാൻ നോക്കാം. അതുപോലെ തന്നെ നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് കൊടുക്കുക, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. Patient satisfaction survey has the self-reported patient evaluation of multiple touch points in the course of their medical care experience. Patient satisfaction survey എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ തന്നെ ഇപ്പോ നമ്മളുടെ വീട്ടിൽ ഇപ്പൊ ഹെൽത്തിൽ നിന്നൊക്കെ പനിയോ അല്ലെങ്കിൽ ഇപ്പോ മഴക്കാലത്തൊക്കെ ഇപ്പോ പല ഈ ആശാ വർക്കേഴ്സ് ഒക്കെ വരാറുണ്ട്. അവരൊക്കെ ഈ ഈ സർവീസ് ഒക്കെ എടുക്കാറുണ്ട് ഇല്ലേ? വരാറില്ലേ അവര്? സർവേ ഒക്കെ എടുക്കും അല്ലെ. എന്താണ് വീട്ടില് കൊതുകിന്റെ ശല്യം ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ചിരട്ടയിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കമത്തി കളയാൻ പറയും. ബ്ലീച്ചിങ് പൗഡർ തരാറുണ്ട് ഇല്ലേ, കിണറിലൊക്കെ ഇടാനായിട്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് അറിയുന്നതുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ അവർ സർവേ നടത്തി സർവേ എടുത്ത് കൊണ്ടുപോകാറുമുണ്ട്. അപ്പൊ എന്താണ്? കൂട്ടമായിട്ട് വന്നിട്ടാണ് അവര്, അല്ലെ 1-2 പേര് വന്നിട്ടാണ് എന്ത് ചെയ്യാറ്? ഈ സർവേ കണ്ടക്ട് ചെയ്യാറ് അല്ലെ. അപ്പൊ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് ഡിഗ്രിക്ക് +2 പഠിക്കുമ്പോ ഇങ്ങനെ സർവേ ചെയ്തിട്ടുണ്ടാവാം. പല എന്താ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് സർവേ ചെയ്യാനുണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ്? ഒരു പ്രിന്റഡ് ആയിട്ട് നമ്മൾ എടുത്തു കൊടുത്ത് ഒരു എക്സ്പോഷനിലൊക്കെ നമ്മളെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട സർവേയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെന്താണ്? നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കും. അത് വായിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ആൻസർ ആണ് നമുക്ക് തരുന്നത് അല്ലെ. അതെങ്ങനെയാണ്? സെൽഫ് റിപ്പോർട്ടഡ് അല്ലെ. എന്താണ്? നമ്മൾ സ്വയം വിലയിരുത്തുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ ഞാൻ സർവേ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. സെൽഫായിട്ട് സ്വയം വിലയിരുത്തുന്ന കാര്യങ്ങളാണ് ഈ സർവേയിൽ നമ്മൾ ചെയ്യാറ് അല്ലെ.
a patient, evaluation of a multiple touch points in the course of their medical care experience. അവരെ എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് അനുഭവങ്ങളിൽ അവരുടെ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നും ലഭിക്കുന്ന ടച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാക്ടേഴ്സ് കണ്ടില്ലേ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ സ്വയം വിലയിരുത്തലാണ് ഈ സർവേയിലൂടെ നൽകുന്നത്. അവരുടെ ഫീഡ്ബാക്ക് ആണ്. ഡിപ്പെൻഡിങ് ഓൺ one aspect of a patient satisfaction is being calculated. Example may include the responsive of staff, clinicians communication, technical skills and hospital environment. അപ്പോ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ എന്താണ് ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവര് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്? സ്റ്റാഫുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ക്ലിനീഷ്യൻസിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഡോക്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹോസ്പിറ്റൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സർവേയിലൂടെ നമുക്ക് ഈ പേഷ്യൻസിലൂടെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസിലൂടെ ചോദിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസിലൂടെ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. Patient satisfaction survey can be generated and issued in-house, but many hospitals are dependent on third-party providers with experience in delivering, administrative and explaining statistically valid patient satisfaction survey. നമുക്ക് ഈ patient satisfaction survey നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റൽസുകാര് അവർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം തേർഡ് പാർട്ടീസിനെ അവര് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. തേർഡ് പാർട്ടീസിനെ വെച്ചുകൊണ്ട് അവര് സർവീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി അല്ലെ എന്താണ് സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ പേഷ്യൻസിനെ നമുക്ക് സർവേ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് സർവേ നടത്താറ്. ഒന്നല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം, ഒന്നല്ലെങ്കിൽ തേർഡ് പാർട്ടിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. Patient satisfaction survey is a set of questions used to gather feedback from patients of a scale their satisfaction with the quality and the care of the ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ. അതുപോലെ തന്നെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സർവേയിലൂടെ നമുക്ക് അത് നമ്മൾ പറഞ്ഞല്ലേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് ആണ് അതിൽ നമ്മൾ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് തോന്നുന്ന ആൻസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ചെയ്യുന്ന ഫീഡ്ബാക്ക് ആണ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ തരുന്നത്. ഇനി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ questionnaire help evaluate basic metrics across the patient care that help medical institutions in ascertaining the level of care extended and pitfalls in services. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് എന്താണ് രോഗി പരിചരണത്തിലൂടെ ലഭിക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിലയിരുത്തുന്നുണ്ട് അല്ലെ. അവർക്ക് എത്രത്തോളം കെയർ കിട്ടുന്നുണ്ട്, അവർക്ക് എത്രത്തോളം എക്സ്പീരിയൻസിലൂടെയാണ് എന്നുള്ളത് നമ്മളെ ആ സർവേയിലൂടെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അപ്പോ അത് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ലെവൽ ഓഫ് കെയറിന്റെ അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ലെവൽ ഓഫ് കെയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്താറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ഫീഡ്ബാക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ ചെയ്യുമ്പോഴും അവിടുത്തെ പോരായ്മ പിറ്റ്ഫാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരായ്മകൾ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഈ സർവേ ചെയ്യുന്നതിലൂടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ആ പോരായ്മ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Okay. Since the underlying metrics which a patient satisfaction have to be measured on R. ഏതൊക്കെയാണ് രോഗികളുടെ ഈ സാറ്റിസ്ഫാക്ഷൻ അളക്കാനായിട്ടുള്ള 6 അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള കെയർ എത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി എന്താ? ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ
മെഡിക്കൽ പ്രൊഫഷണൽസിന് നല്ല കഴിവുള്ളവരാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്താ, ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. എന്താണ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതാര്യത. അപ്പൊ സുതാര്യമായ നല്ല രീതിയിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ പേഷ്യന്റും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അവരെ കേൾക്കാനായിട്ടും അവരുടെ നീഡ്സ് അനുസരിച്ചും അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചും അവരുടെ വാൻസ് അനുസരിച്ചും അവരെ കേൾക്കാനായിട്ട് തയ്യാറാവണം നമ്മള്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഉണ്ടാവണം. ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ. എന്താണ്, നല്ല രീതിയിൽ ചികിത്സ സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ അല്ലെ. നമുക്കറിയാം സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കെയർ അല്ലെ. കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ രീതിയിൽ നമുക്ക് കോസ്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്കറിയാം, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയാലും നല്ല രീതിയിലുള്ള കോസ്റ്റ് ആവുന്നുണ്ട് അല്ലെ. നമുക്ക് ഒരു ദിവസം പോയി വരുന്നതിന് ചിലപ്പോൾ ഒരു 50,000 rupees ഒക്കെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വേണം പോവാനായിട്ട് അല്ലെ. എന്താണ് രജിസ്ട്രേഷൻ ഫീ, ഡോക്ടറെ കൺസൾട്ടേഷൻ ഫീ, മരുന്ന്, ടെസ്റ്റുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത്, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ, അതൊക്കെ ആകുമ്പോൾ ഒരു 15,000 വരെ നമുക്ക് ചിലപ്പോ ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം അവിടുത്തെ ഫിനാൻഷ്യൽ കോസ്റ്റുകൾ വരാനായിട്ട്. പിന്നെ എന്താണ്, ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽ. എന്താണ് ഈ മെഡിക്കൽ പ്രൊഫഷണൽസിലേക്കും അതുപോലെ തന്നെ ഡോക്ടേഴ്സിലേക്കുമുള്ള പ്രവേശനം. അപ്പൊ ചികിത്സ എത്രയും പെട്ടെന്ന് രോഗിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ മെഡിക്കൽ പ്രൊഫഷണൽസിലേക്കും ഡോക്ടേഴ്സിലുള്ള ആക്സസ് എത്രയും പെട്ടെന്ന് അവരിലേക്ക് രോഗിയെ എത്തിക്കാൻ നോക്കുക. ആക്സസിബിലിറ്റി ഓഫ് കെയർ. എന്താണ്, പരിചരണത്തിലേക്കുള്ള പ്രവേശനം. ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ രോഗിക്ക് എത്രയും പെട്ടെന്ന് ചികിത്സകൾ കൊടുക്കാനായിട്ട് നോക്കാം. ഡയഗ്നോസ്റ്റിക് അല്ലെ, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തും. അപ്പൊ അങ്ങനെ രോഗം നിർണയിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള രോഗം നമ്മൾ കണ്ടെത്തുകയും അതനുസരിച്ചുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് 6th മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്യാൻ ബി കണ്ടക്ടഡ് എനി ടൈം ഡ്യൂറിംഗ് ആൻ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. അണ്ടർലൈൻ ചെയ്യാം, EMR and EHR or ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, അപ്പോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലൂടെയും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലൂടെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് ഇലക്ട്രോണിക്കലി കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ എ വേ ഓഫ് മൊബൈൽ ഫിസിക്കൽ കോപ്പീസ് ഓഫ് ദി സർവേ, വെബ്സൈറ്റ്, പോയിന്റ് ഓഫ് സ്കെയിൽ ഡിവൈസസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ്, റൈറ്റിംഗ് റൂംസ് ആൻഡ് എനി അതർ മീഡിയ. അപ്പൊ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ഫിസിക്കൽ കോപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പോയി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴി, വെബ്സൈറ്റുകൾ വഴി നമുക്ക് ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ട്, അതുപോലെ POCS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് സ്കെയിൽ ലിങ്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ, ഇപ്പോ ഡിഗ്രിക്ക് അല്ലെങ്കിൽ എന്താണ് PG ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പല ഈ സർവീസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ലിങ്ക് അയച്ചിട്ടാണ്, പലർക്കും ലിങ്കിലൂടെയാണ് ഈ ഡാറ്റകൾ അയച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അവരുടെ ആൻസേഴ്സുകളും കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അങ്ങനെയാണ്, ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ടാണ്. അപ്പൊ ലിങ്ക് വഴി ഓൺലൈനിലൂടെയും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. EHR EMR എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം, ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് EHR, എക്സ്പാൻഡ് EMR എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇത്ര വരെ വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മള് ഇത്രയും എന്താ ഫസ്റ്റ് പേജ് അല്ലെ, ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജ് തുടങ്ങി നമ്മൾ പറയുന്നുണ്ട് അല്ലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നുള്ളത്. അപ്പൊ അതിന്റെ സർവേയുടെ ഒരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഡിയർ patient, we are interested to know what do you think about your service. അപ്പൊ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? പ്രിയപ്പെട്ട പേഷ്യന്റ് അല്ലെ, ഡിയർ പേഷ്യന്റ്, ഞങ്ങളുടെ സേവനങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. യുവർ പെർഫോമൻസ് ബൈ കംപ്ലീറ്റിംഗ് this brief 5-minute survey in connection with your visit. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ വിസിറ്റുമായിട്ട്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ എന്താണ് നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായിട്ട് പങ്കിടാൻ സമയം എടുത്തതിന് നന്ദി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. റെസ്പോൺസിൽ എന്താണെന്നുള്ള നമ്മുടെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ സർക്കിൾ ചെയ്യാം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കാം, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹൗ സാറ്റിസ്ഫൈഡ് ആർ യു വിത്ത് ദ ഫോളോയിങ്. ഇനി വെരി ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2 മാർക്സ് ആണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3 മാർക്സ്, അതുപോലെ തന്നെ വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4, എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 5. നമ്മുടെ റെസ്പോൺസ് എന്താണോ അതനുസരിച്ചിട്ട് ഇപ്പോ 2-നാണെങ്കിൽ നമ്മൾ അവിടെ 2 സർക്കിൾ ചെയ്യാം, 4 ആണെങ്കിൽ 4 സർക്കിൾ ചെയ്യാം. അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ് ഫോർ ചെക്കപ്സ്. എന്താണ്, നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഈസി ആയിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി എന്താണ്, ദ കംഫർട്ട് ഓഫ് ദ റിസപ്ഷൻ ഏരിയ. എങ്ങനെയാണ് റിസപ്ഷൻ ഏരിയയിൽ കംഫർട്ടബിൾ ആയിരുന്നോ? ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യുന്നതിന് ഈസി ആയിരുന്നു കോണ്ടാക്ട് ചെയ്യുന്നതില്. ദ കംഫർട്ട് ഓഫ് എക്സാമിനിങ് റൂം അല്ലെ. എക്സാമിനിങ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പരിശോധന ഏരിയാസ് അല്ലെ, പരിശോധന റൂമുകൾ. അപ്പൊ ചില ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എക്സാമിനേഷൻ റൂമിൽ എന്താണ്, ചിലപ്പോ ഡോർ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കർട്ടൻ ഒന്നും ഉണ്ടാവില്ല, വളരെ തുറന്നിട്ട ഒരു കൺസൾട്ടേഷൻ റൂമിനോട് തൊട്ടടുത്ത് തന്നെയായിരിക്കും എക്സാമിനേഷൻ റൂം ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു, ചിലപ്പോൾ ചില രോഗികൾക്ക് ഇങ്ങനെ നമുക്ക് പരിശോധിക്കാനായിട്ട് കിടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കർട്ടനോ അല്ലെങ്കിൽ ഡോറോ ഒന്നും ഇല്ലെങ്കിൽ. മറ്റു രോഗികൾ നമ്മളെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഹൗ വാസ് ദ ക്ലീൻലിനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ് ക്ലീൻലിനെസ്, ഹോസ്പിറ്റലിലെ ക്ലീൻലിനെസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പിന്നെന്താ, വെയിറ്റിംഗ് ടൈം ഇൻ യുവർ ഓഫീസ്. എന്താണ് വെയിറ്റിംഗ് ടൈമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദ കോർട്ടസി ഓഫ് ദ സ്റ്റാഫ്. എന്താണ് കോർട്ടസി എന്ന് പറഞ്ഞാൽ മര്യാദ. അപ്പൊ മര്യാദയോട് കൂടിയിട്ട് അവർ പെരുമാറിയിട്ടുണ്ടോ എന്താണെന്നുള്ളത്. പിന്നെ എന്താ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓഫ് ദ ഓൺ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ലെ. സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണോ ഉള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കോസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. ഹൗ വാസ് യുവർ ഡയഗ്നോസ്റ്റിക് സർവീസ്. ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ സർവീസ് അവർ കൊടുക്കുന്നത്, ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത്. ദ ക്വാളിറ്റി ഓഫ് ദി കെയർ യു ഹാവ് റിസീവ്ഡ്. നല്ല ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന ക്വാളിറ്റി ഓഫ് കെയർ ആണോ നിങ്ങൾ എന്താണ് സ്വീകരിച്ചിട്ട്, ക്വാളിറ്റി ഓഫ് കെയർ ആണോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ, യു ഓവറോൾ ഒപ്പീനിയൻ ഓൺ യുവർ സർവീസ്. അവിടുത്തെ ഓവറോൾ ആയിട്ടുള്ള ഒപ്പീനിയൻ, അവിടെ നൽകുന്ന സർവീസിലുള്ള അല്ലെ, അവരുടെ സർവീസിലുള്ള എന്താണ് ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒപ്പീനിയൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ജസ്റ്റ് ഒന്ന് ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു മോഡലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, വായിച്ച് മനസ്സിലാക്കിയാൽ മതി.
നെക്സ്റ്റ് നോക്കാം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ബെനിഫിറ്റ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽസ്. Patient satisfaction survey are an important way to scale how the patient feel about their experience within the practice. അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ ഫീല് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള കെയർ ആണോ, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് അത് എക്സ്പീരിയൻസിൽ നിന്ന് അത് അളക്കാനായിട്ടുള്ള ഒരു അളവ് പോലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. Contented patients are more probable to suggest the hospital to others, and they are also less probable to file complaints. എന്താണ് contented patients എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ ആ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ്? മറ്റു പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടവരുന്നത് അല്ലെ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആകുമ്പോൾ നമ്മുടെ ഫാമിലീസിനോട്, റിലേറ്റീവ്സിനോട്, കസിൻസിനോട്, നൈബേഴ്സിനോടൊക്കെ പറയും അല്ലെ, നല്ല രീതിയിലുള്ള കെയർ ആണ് കൊടുക്കുന്നത്, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് അവിടെ കൊടുക്കുന്നത്, നല്ല രീതിയിൽ നമ്മളോട് കേർട്ടസി മര്യാദയോടുകൂടി പെരുമാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്, നല്ല ഡോക്ടേഴ്സുകളുണ്ട്, നല്ല ടെക്നോളജീസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മളും ആ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് അല്ലെ, നമ്മളുടെ ഒരു നല്ല ഒരു അഭിപ്രായം ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളും എന്താണ് ആ ഹോസ്പിറ്റലിലോട്ട് നമുക്ക് ചികിത്സയ്ക്കായിട്ട് വരാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി കംപ്ലൈന്റ് കുറവായിരിക്കും ഇങ്ങനെയുള്ള പേഷ്യൻസിന് അല്ലെ, സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എന്താണ് ലെസ് കംപ്ലൈന്റ് ആയിരിക്കും കിട്ടുന്നത്. Earning and maintaining high patient satisfaction scores benefit medical organization and the patient in a lot of ways. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ രീതിയിൽ എന്താണ് ഓർഗനൈസേഷൻ ആയാലും പേഷ്യൻസിനായാലും പല വിധത്തിലും നമുക്ക് സർവേയിൽ നിന്ന് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താ, ഇനി പേഷ്യൻസിനായാലും ഹോസ്പിറ്റലിൽ നിന്നായാലും ഈ സർവേ കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ആണ് ചെറിയ ചെറിയ പോയിന്റ് ആക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിറ്റൻഷൻ അല്ലെ. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. Patients have more choice in connection with their health care than ever before. Satisfied patients are more probable to faithful patients. This not only means that they will schedule the necessary checkups, follow-ups, and other required appointments, but they are more probable to keep them. Satisfied patients are also grand ambassadors of the hospital. Okay, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് അംബാസിഡേഴ്സ് ഫോർ ദ ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്കൊരു എന്താ ഈ ഗ്രാൻഡ് അംബാസിഡേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്, ഈ എന്താ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ഉണ്ടാവും അല്ലെ. കല്യാൺ സിൽക്സിന്റെ അംബാസിഡേഴ്സ് ആരാ? കല്യാൺ സിൽക്സിന്റെ പൃഥ്വിരാജാണ്. അതുപോലെ തന്നെയാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സംതൃപ്തിയുള്ള പേഷ്യൻസ് എന്താണ് ഓരോ ഹോസ്പിറ്റലിലെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് അല്ലെ. ഇനി എന്താ, they tell their friends and family about the good experience and bad ones with their friends and families. അപ്പോ ഈ പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് എന്താണ് മോർ ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ടും ഇഷ്ടപ്പെട്ട ഡോക്ടറെ തിരഞ്ഞെടുക്കാനായിട്ടും ഇഷ്ടപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ, ഫോളോഅപ്സുകൾ, കാര്യങ്ങള് അല്ലെ, ചെക്കപ്സുകളൊക്കെ അവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും അല്ലെ. ഓൺലൈനിലൂടെ നമുക്ക് എന്താണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ദിവസം, നമുക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഹോസ്പിറ്റലിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. പേഷ്യൻസിന് അങ്ങനെയുള്ള മോർ ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന് എന്താണ് ഒരു വിശ്വസ്തത ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ രോഗം മാറുള്ളൂ എന്നുള്ളൊരു കാര്യം ഇപ്പൊ നമ്മളിപ്പോ ചെറുപ്പത്തിലെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത്. എന്തൊരു ചെറിയൊരു അസുഖം, ചെറുതും വലുതുമായിട്ടുള്ള അസുഖം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്, ഇപ്പോഴും കാണിക്കുന്നത് അല്ലെ.
നമുക്കൊരു വിശ്വാസമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഡോക്ടർക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് അലർജീസ് ഉള്ളത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഡോക്ടർക്ക് നമുക്ക് ആ ഡോക്ടറെ കുറിച്ചും ഡോക്ടർക്ക് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഒരു വിശ്വസ്തത ആ രോഗിക്ക് ഡോക്ടറിൽ ഉണ്ടാവും ഇല്ലേ. എന്താണ് നമ്മുടെ ചെറുപ്പത്തിലെ കാണിക്കുന്ന ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ രോഗിക്കൊരു അത്തരത്തിലുള്ള ഒരു വിശ്വസ്തത ആ ഡോക്ടറിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞു മക്കളെ കൊണ്ടുപോകുമ്പോ കുഞ്ഞു കുട്ടികളെ എന്താണ് ചിലപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് പനിച്ചു പറിച്ചിട്ടായിരിക്കും അല്ലെ. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുമ്പോ എന്താണ് ആ ഡോക്ടർ ഒന്ന് കണ്ടാ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ. അല്ലെങ്കിൽ ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയൊക്കെ മാറി ചിലപ്പോ വിയർത്ത് ഇരിക്കുന്ന കുട്ടിയെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഞാനൊക്കെ എന്റെ മോളെ കൊണ്ടുപോകുമ്പോ അങ്ങനെയാണല്ലോ. ഡോക്ടർ ശരിക്കും കണ്ടാ മതി. വീട്ടിൽ നിന്ന് ഛർദിച്ച് ചിലപ്പോ പനിച്ചു പറിച്ചിട്ടൊക്കെ പോകുന്ന കുട്ടി ഡോക്ടറുടെ ആ ജസ്റ്റ് ഒന്ന് ആ ഗേറ്റ് തുറന്ന് കയറിയാൽ മതി വീട്ടിലേക്ക്. അപ്പോഴത്തേനും എന്താ അവിടെ എന്താണ് കുട്ടി ഇപ്പോ പനിച്ച കുട്ടിയാണ് ചിലപ്പോ വേർതൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ എന്താണ് ഡോക്ടർ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഡോക്ടറെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും അല്ലെ. എന്ത് പരീക്ഷ കുറച്ചിട്ടായാലും എന്ത് രോഗങ്ങളായാലും ഡോക്ടറെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു വിശ്വസ്തതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ് ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് എന്ന് പറഞ്ഞു. ഇതൊന്നും അടയാളപ്പെടുത്തി വെക്കാം. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ് ഇപ്പോ പേഷ്യൻസിനായാലും അതുപോലെ തന്നെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഗുഡ് എക്സ്പീരിയൻസും കിട്ടും അവർക്ക് ഇല്ലേ. ഹോസ്പിറ്റലുകളിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസും കിട്ടാം, ഗുഡ് എക്സ്പീരിയൻസും കിട്ടാം. ഈ രണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് ഷെയർ ചെയ്യും ഇല്ലേ. പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലീസിനോട്, റിലേറ്റീവ്സിനോട്, മറ്റുള്ള നൈബേഴ്സിനോട് അല്ലെ, മറ്റുള്ള ആളുകളോട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇന്ന് ഹോസ്പിറ്റലായിരുന്നു, നല്ല രീതിയിലുള്ള സർവീസ് ആണ്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ അല്ലെ. അങ്ങനെയുള്ള ഗുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലോ ഇന്ന ഡോക്ടറാണ്, ഇന്ന രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എന്താണ് തെറ്റായിട്ടുള്ള രോഗനിർണയം നടത്തി തെറ്റായിട്ടുള്ള ചികിത്സകളിലൂടെയാണ് നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇത്ര മരുന്നുകൾ ഒരു രോഗി ഇങ്ങനെ മരണപ്പെട്ടു, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് പോയപ്പോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ പല രോഗികളും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് അത് ബാഡ് ഇമേജും അല്ലെ, ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് ആ ഹോസ്പിറ്റൽ ഒരു ബാഡ് ഇമേജ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഗുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാലും ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാലും ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മറ്റു രോഗികളെ കൊണ്ടുവരാനായിട്ടും നമ്മുടെ ഹോസ്പിറ്റൽ നിലനിൽക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒരു വിശ്വസ്തത, നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് അവർക്ക് വിശ്വസ്തത ഉണ്ടാവും. അവിടെ തന്നെ നിലനിൽക്കാനായിട്ടും മറ്റു രോഗികളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും ചാൻസുകളുണ്ട്. ഓക്കെ, വായിച്ചു നോക്കിയേ പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണ്. അപ്പൊ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.